Good morning, all. ഗുഡ് മോർണിംഗ്. സിന്ധു മാം സ്റ്റാർട്ട് ചെയ്യാലേ? ചെയ്യാം മാം. ഓക്കെ. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവരും രാവിലെ സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് സിന്ധു സരളാബായി. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയാണ് എൻ്റെ സ്ഥലം. അപ്പം ഞാൻ ബൈ പാഷൻ കരിയർ ആൻഡ് അഡോളസൻ കൗൺസിലറാണ്. ബിയ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ഫേം റൺ ചെയ്യുന്നുണ്ട്. അതിനപ്പുറം ഞാനൊരു ഗവൺമെൻറ് ഫീൽഡിലായിരുന്നു. ഇതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് കൊണ്ട് കുറച്ച് ലീവിലായിട്ട് ഇത് ചെയ്യുകയാണ്. ഇപ്പോൾ പുതിയ വർഷമൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും കുറേ പ്ലാൻസ് ഉണ്ട്. നമ്മുടെ ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആഗ്രഹങ്ങളുണ്ട്. അതെല്ലാം സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ടോപ്പിക്കിലേക്ക് പോവാണ്. ഇടയ്ക്ക് ആരെങ്കിലും ഇൻറ്ററാക്ട് ചെയ്യുക, എന്തെങ്കിലും ചോദിക്കുക. ആരെയും സ്ക്രീനിൽ കാണുന്നില്ല. ഇതിൽ കുറച്ച് പേരെയൊക്കെ എനിക്കറിയാം മോർണിംഗ് സർക്കിളിൽ. ഞാൻ വീഡിയോയിൽ ഇല്ലാന്നുണ്ടെങ്കിലും രാവിലെ മക്കളൊക്കെ പോകുന്ന തിരക്കായതുകൊണ്ടാണ് മോർണിംഗ് സർക്കിളിൽ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫ്രം മാർക്സ് ടു മീനിങ് എന്നുള്ളതാണ്. അപ്പം ഞാൻ കരിയർ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയുന്നത്. അതായത് നമ്മൾ വർഷങ്ങളായിട്ട് കേട്ട് വരുന്ന ഒരു കാര്യമാണ് അല്ലേ, നമ്മൾ മാർക്കാണ് നമ്മളുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് എന്നുള്ളത്. അപ്പം മാർക്കിനപ്പുറത്തേക്ക് ഒരു കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ടാലൻറ്റോ അവൻ്റെ സ്കില്ലോ അല്ലെങ്കിൽ അവൻ്റെ ആറ്റിറ്റ്യൂഡോ ഇതിനെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് അവർ സ്കോർ ചെയ്യുന്ന മാർക്കിൽ മാത്രമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന കരിയർ അവൻ്റെ ഫ്യൂച്ചറുമായിട്ട് അല്ലെങ്കിൽ അവൻ്റെ ഇൻട്രസ്റ്റുമായിട്ട് മാച്ച് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസിഷൻസ് തെറ്റിപ്പോയിട്ട് അവർ സക്സസ് അല്ലാത്ത ഒരു രീതിയിലേക്ക് പോകുന്ന ഒരവസ്ഥ നമ്മൾ കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കൂടുതൽ മാർക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ ഓക്കെ, അഭിനന്ദനമാണ് അല്ലേ, നമ്മൾ അവരെ നമുക്ക് സന്തോഷമാണ്. അപ്പൊ മാർക്ക് കുറഞ്ഞു പോയാൽ ഇനി അവൻ്റെ ഏതെങ്കിലും സ്കില്ലിൽ അവൻ ഓക്കെ ആണെങ്കിലും നമ്മൾ സമ്മതിക്കൂല. അപ്പൊ നമ്മളോട് തന്നെ ഒരു കുട്ടി വന്നിട്ട് പറയുക അല്ലെങ്കിൽ നമ്മളോട് ഒരു ടീച്ചർ പറയുക മോൻ സ്പോർട്സിൽ ഓക്കെ ആണ് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ പറയും ആദ്യം പഠിക്കട്ടെ ഇല്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒറ്റ ടെണ്ടുൽക്കറേ ഉള്ളൂ, അപ്പൊ തൽക്കാലം പഠിത്തം നടക്കട്ടെ എന്നുള്ള രീതിയിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അവരുടെ സ്കില്ലുകളും കൂടെ ഇമ്പോർട്ടൻ്റ് ആകുന്നത്? അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലുകളെ കുറിച്ചിട്ടോ നമ്മുടെ ടാലന്റുകളെ കുറിച്ചിട്ടോ ഒക്കെ കുട്ടികൾ അവെയർ ആകേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നൊക്കെ ഉള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്കറിയാം നല്ല മാർക്കുള്ള കുട്ടികൾ പോലും ശരിക്കും പിന്നെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലായിട്ട് അവരുടെ ഫ്യൂച്ചർ ഉദ്ദേശിച്ച ലെവലിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ശരാശരി പോകുന്ന ഒരു കുട്ടി അവൻ കറക്റ്റ് ആയിട്ടുള്ള മാർഗത്തിൽ പോയി നല്ല രീതിയിലേക്കും അവൻ സെറ്റിൽ ആകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ കൂടെ പഠിച്ച ആരെങ്കിലും ഒക്കെ നമുക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ? ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഫീൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അപ്പൊ നമ്മള് അതായത് ഫ്യൂച്ചറിൽ നമ്മൾ പലപ്പോഴും എന്താണ് ഓപ്ഷൻ എന്ന് തിരഞ്ഞെടുക്കാൻ പറ്റാത്ത വഴിയിൽ അങ്ങ് കുടുങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. അപ്പം ഇവിടെയാണ് നമ്മൾക്ക് ഒരു മാറ്റം. ഇപ്പൊ നമ്മളെല്ലാം പേരൻസ് ആണ്. അപ്പൊ ചിലപ്പോൾ നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്ന ഏജ് ആയിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് മാറി ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കുട്ടിയുടെ മാർക്ക് എന്ന് പറയുന്നത് അതെപ്പോഴും പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ എക്സാമിൽ അവൻ സ്കോർ ചെയ്തത് എത്രയാണ്, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൽ എത്രത്തോളം അവന് പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാല് അവൻ പഠിച്ച സിലബസ്, അപ്പൊ ആ സിലബസിൽ എത്രത്തോളം അവന് പഠിക്കാൻ പറ്റി, ആ പഠിച്ചതിൽ പരീക്ഷ സമയത്ത് അവൻ എത്രത്തോളം ഓർമ്മ വയ്ക്കാൻ പറ്റി, അതിനെ ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും മാർക്സ് വരുന്നത്. ഇത്രയൊക്കെ നമുക്കൊരു മാർക്കിന് പറയാൻ പറ്റത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് അവന്റെ സ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് അവൻ കുറച്ചും കൂടെ അവന് സന്തോഷം കൊടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് ആയിരിക്കും അവന് മാച്ച് ആകുന്നത് അല്ലെ, അല്ലെങ്കിൽ അവന്റെ ക്രിയേറ്റിവിറ്റി എന്താണ്, അവനിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അവന് ഏത് മേഖലയിൽ ശോഭിക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മാർക്ക് പറഞ്ഞു തരികയില്ല എന്നുള്ളതാണ്. മാർക്ക് ഒരു അടിസ്ഥാന ഘടകമാണ്. പക്ഷെ എലോങ് വിത്ത് മാർക്കിനോടൊപ്പം ബാക്കി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട്. എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? യെസ് മാം, ക്ലിയർ ആണ് മാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ അതായത് മാർക്ക് എന്ന് പറയുന്നത് ഡേറ്റ മാത്രമാണ്.
അതൊരിക്കലും ഒരു ഡെസ്റ്റിനി അല്ല. അപ്പൊ തെറ്റായിട്ടുള്ള കരിയർ തിരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് പണ്ടത്തതിൽ നിന്ന് വ്യത്യസ്തമാണ്. എല്ലാ വീട്ടിലും ഒന്നോ രണ്ടോ മാക്സിമം ഒരു കുട്ടിയൊക്കെ ഉള്ളൂ. അപ്പൊ ഇവൻ ജനിക്കുമ്പം തൊട്ടേ നമ്മൾ ഈ കുഞ്ഞിനെ ഏത് സ്കൂളിൽ വിടണം, ഇവനെ ഏത് സ്ട്രീമിൽ പഠിപ്പിക്കണം എന്നൊക്കെ നമ്മൾ ആശങ്കയില്ല. ആദ്യം വരുന്നത് നമുക്ക് ഏത് സ്ട്രീം സെലക്ഷൻ മാത്രമേ വരൂ, അല്ലെ ഏത് CBSE വിടണോ, സ്റ്റേറ്റിൽ വിടണോ, ICSE വിടണോ, നമ്മുടെ കൂടെ ഉള്ളവർ, ഇങ്ങനെയൊക്കെ നമ്മൾ ആദ്യം തൊട്ടേ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഏകദേശം ഒരു കുറച്ച് നമ്മൾ സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോൾ അതങ്ങ് കഴിയും. പിന്നീട് നമ്മളൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ആകുമ്പോഴത്തേക്കും നമുക്ക് പരിസരത്തോ അല്ലെങ്കിൽ പലരും പറയും നമ്മുടെ അടുത്ത് സ്റ്റേറ്റിൽ പോയാൽ മാത്രമേ നമുക്ക് ചില എക്സാംസ് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പലതിനകത്ത് നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ അതിന്റെ കൺഫ്യൂഷനില്ല. ഇവനെ CBSE സ്റ്റേറ്റിലോട്ട് മാറ്റണോ അതോ ICSE CBSE മാറ്റണോ, ഇങ്ങനെ നമ്മൾ ചെറിയ കൺഫ്യൂഷൻസിൽ കൂടി വന്നിട്ട് നമ്മുടെ കുഞ്ഞ് 10ാം ക്ലാസ്സിലെത്തും. അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ആകെ പെട്ടു. ഇനി ഇവനെ എവിടെയോട്ടാ വിടണ്ടേ എന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥ. ഇപ്പൊ നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു യാത്ര പോകാൻ വേണ്ടി വന്നു, നമ്മളിങ്ങനെ ഒരു ജംഗ്ഷനിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ മുന്നിൽ കുറേ റോഡുണ്ട്. അപ്പൊ നമുക്ക് ഏത് റോഡിൽ പോകണം എന്നറിയത്തില്ല, നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ ചിലർ പറയും ഈ റോഡിൽ പോയാൽ ഇന്നിടത്ത് എത്താൻ പറ്റും, അത് കൊച്ചിനത് നല്ലതാണെന്ന് പറയും. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ മക്കളുടെ ഫ്യൂച്ചറിലല്ലേ പ്രതീക്ഷ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുന്ന അവനെ അതുവഴി വിടാന്ന് വിചാരിക്കും. അപ്പൊ ഏത് ഡയറക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ എത്ര ദൂരത്തോട്ടാണ് നമ്മളൊരു യാത്ര പോകാൻ വെക്കുന്നതെന്ന് വെച്ചാൽ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കണമെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നടന്നു പോയാൽ മതിയോ, അല്ലെങ്കിൽ സ്കൂട്ടറിൽ പോകണോ. അപ്പൊ ഇങ്ങനെയൊന്നും ഇല്ലാണ്ട് നമ്മളിങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാണ്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് മിക്കപ്പോഴും നമ്മുടെ കരിയറിന്റെ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് സെലക്ഷന്റെ ഒരു ഡിസിഷൻ തെറ്റിപ്പോകുന്നത്. നമ്മളോട് തന്നെ ചിലപ്പോൾ വരുമ്പോൾ കുട്ടികളൊക്കെ പറയാറുണ്ട്, നമ്മൾ എപ്പോഴും പറയുന്നതാ 10ാം ക്ലാസ്സിലാവുന്ന കുട്ടിയെടുത്ത് ഇതാണ് നിന്റെ ടേണിംഗ് പോയിന്റ്, അപ്പൊ ഇവിടെ നീ ചെയ്യണം. ഇപ്പൊ ചില +2-നൊക്കെ ആകുമ്പോൾ വന്ന് പിള്ളേര് പറയും, ടീച്ചറെ 10ാം ക്ലാസ്സിൽ പറഞ്ഞ് 10ാം ക്ലാസ്സിലാ ടേണിംഗ് പോയിന്റ് എന്ന്, ഇപ്പം പറയുന്നത് ഇതാ ടേണിംഗ് പോയിന്റ് എന്ന്. അപ്പൊ നമ്മൾ അവരോട് പറയാറുണ്ട്, നമ്മൾ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 10th മാർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും എവിടേക്ക് പോകണം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് നമ്മുടെ തൊഴിൽ വഴിയിലേക്കാണ് നമ്മളെ വിടുന്നത്, അല്ലേ? 10ാം ക്ലാസ് വരെയുള്ള ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ സബ്ജക്റ്റും പഠിക്കും, എല്ലാത്തിനെ കുറിച്ചും നമ്മൾ അറിവുണ്ട്. പക്ഷെ 10ാം ക്ലാസ് കഴിയുന്ന സമയം തൊട്ട് നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത്, ഏതിലേക്ക് പോകണം, എന്റെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു സ്ട്രീമിലേക്ക് പോകുന്ന സമയം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്ട്രീമിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, നമ്മുടെ കുഞ്ഞിന്റെ ഇൻട്രസ്റ്റുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ അവന് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റൂ. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ സയൻസ് ഉണ്ട്, അല്ലെങ്കിൽ കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. പക്ഷെ കുറച്ച് കൂടുതലും പേരൻസ് എപ്പോഴും വാശി പിടിക്കുന്നത് സയൻസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് എന്താണ് എന്ന് അറിയില്ല. പേരൻസ് പൊതുവെ വിചാരിക്കുന്നത് സയൻസ് എടുത്തു കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിന്റെ ഭാവി ഓക്കെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെയൊക്കെ കാലഘട്ടത്തിലൊക്കെ കുറച്ചുകൂടെ മുന്നേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർട്സ് സബ്ജക്റ്റുകളൊന്നും അത്ര പോരാ, ഒരു മണ്ടന്മാരെ എടുക്കുന്നൊരു ഫീലാണ് പണ്ട് ചിന്തിച്ചിരുന്നത്. പക്ഷെ അതൊക്കെ മാറി. നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നന്നായിട്ട് അവരുടെ ഫ്യൂച്ചർ കണ്ടെത്താൻ പറ്റുന്ന, നല്ല കരിയർ ചോയ്സ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇനിയിപ്പം നമ്മൾ ഈ കരിയർ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ മാർക്കിനെ മാത്രം ബേസ് ചെയ്താകുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ പേരൻസിന്റെ പ്രഷറിനെ മാത്രം ബേസ് ചെയ്തിട്ടാകുമ്പോൾ, ഇനി ഇതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ സോഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കും, അത് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ഇങ്ങനെയാ പോയേക്കുന്നത്, അപ്പൊ നിന്നെ ഇതിന് വിടാൻ പറ്റത്തില്ല. ചിലപ്പോൾ ആ കുട്ടിക്ക് മാത്സോ ഫിസിക്സോ ഒന്നും ഒരു ബേസും ഇല്ലാത്ത കുഞ്ഞായിരിക്കും, പക്ഷെ എന്നാൽ നമുക്ക് വാശി അവൻ എഞ്ചിനീയറിങ്ങിന് പോകണം എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കരിയർ തെറ്റായിട്ട് അല്ലെങ്കിൽ നമ്മൾ കോഴ്സ് തെറ്റായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണല്ലോ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പം ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആയി, അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയാ ഒരു ക്രോണിക് സ്ട്രെസ് ആയി, അല്ലെങ്കിൽ ആങ്സൈറ്റി ആയി, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ സെലക്ട് ചെയ്യുന്ന കരിയറാണ് നമ്മൾ നമ്മുടെ ജീവിതകാലം മൊത്തം ചെയ്യേണ്ടത്, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയം ഏറ്റവും കൂടുതൽ നമ്മൾ ഉണ്ടാകുന്നത് നമ്മുടെ വർക്കിംഗ് എൻവയോൺമെന്റിലാണ്. അപ്പൊ അത് ഇഷ്ടപ്പെട്ടല്ല നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം ചോദിക്കും, എല്ലാ ഇഷ്ടങ്ങളും നമുക്ക് സാധിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. നമ്മുടെ ഇൻട്രസ്റ്റുകൾ മനസ്സിലാക്കുക, അപ്പൊ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെ ഉണ്ട് എന്ന് അവനെ അവെയർ ആക്കുക. അതിലവന് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വേറൊരു വഴി പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കരിയർ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് പോകേണ്ടത്. അപ്പൊ നമ്മുടെ ടോപ്പിക്കിന്റെ പേര് എന്ന് പറഞ്ഞാല് ഫ്രം മാർക്സ് ടു മീനിങ് എന്നുള്ളതായിരുന്നു. അപ്പൊ ഇതിൽ ഈ മീനിങ് എന്നുള്ള വാക്ക് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് കരിയറിൽ. അതായത് ഒരു മീനിങ് ഫുൾ കരിയർ ആകണം എന്നുണ്ടെങ്കിൽ
അത് കുറേ കാര്യങ്ങളുമായിട്ട് അലൈൻഡ് ആവണം അല്ലേ? നമ്മളിലുള്ള ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, നമ്മളിപ്പോ ഒരു കൂട്ടുകൂടുകയാണെന്ന് വെച്ചാൽ നമ്മളൊരു സുഹൃത്തിനെ സെലക്ട് ചെയ്യുവാണെങ്കിൽ പോലും നമ്മുടെ ചിന്താരീതിയുമായിട്ടോ അല്ലെ അങ്ങനെ ഒന്ന് മാച്ചായി പോകുന്ന ഒരാളിനെ അല്ലേ നമുക്ക് സുഹൃത്തായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എത്ര കാലം നമുക്ക് ആ സുഹൃത്തിനെ കൊണ്ടു നടക്കാൻ പറ്റും എന്ന് പറയുന്നത് പോലെ നമ്മളുടെ കരിയറുമായിട്ട് അലൈൻഡ് ആവണമെങ്കിൽ ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ് എന്നുവെച്ചാൽ ഏതിലാണ് അവൻ നന്നായിട്ട്, അതായത് എന്തിനെക്കുറിച്ച് പറയുമ്പോഴാണ് അവൻ നന്നായിട്ട് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവൻ എത്ര മടുക്കാത്ത സംഭവങ്ങൾ, അപ്പൊ അവന്റെ ഇൻട്രസ്റ്റുകളെ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. പിന്നീട് നമുക്ക് അവന്റെ ആപ്റ്റിറ്റ്യൂഡ് ഒന്ന് നോക്കണം. അവന് സ്വാഭാവികമായിട്ടും എന്തിലാണ് കഴിവുള്ളത് എന്നൊന്ന് മനസ്സിലാക്കണം. അതിനുശേഷം നമുക്ക് അവന്റെ പേഴ്സണാലിറ്റിയിൽ എങ്ങനെയുള്ള വ്യക്തിയാണ് അവൻ, അല്ലെങ്കിൽ അവന്റെ ചിന്ത, അവന്റെ പെരുമാറ്റ രീതി, ഈ കാര്യങ്ങളൊക്കെ ഏതിനോടാണ് മാച്ചാകുന്നത് എന്ന് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. പിന്നീട് ഓരോ മനുഷ്യനും അവരുടേതായിട്ടുള്ള വാല്യൂസ് ഉണ്ട് അല്ലേ? അപ്പൊ അവന് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് കരുതുന്ന കാര്യമാണ് നമ്മുടെ വാല്യൂസ്. അപ്പൊ ആ വാല്യൂസിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. അല്ലെങ്കിൽ അവന്റെ ലൈഫ് സ്റ്റൈൽ നീഡ്സിനെ, അപ്പൊ അവന്റെ എങ്ങനെയുള്ള ലൈഫാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവൻ ഫ്ലെക്സിബിൾ ആണോ, അവന്റെ വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെയായിരിക്കും. അപ്പൊ നമ്മുടെ വീട്ടിൽ വളരുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഫുള്ളി ഒന്നും അറിയാൻ പറ്റിയില്ലെങ്കിലും കുറേ കാര്യങ്ങൾ നമുക്ക് അവനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്ത് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതും അതും വേണമല്ലോ. നമുക്ക് അവൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ആ ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകണമെങ്കിൽ അവൻ ഈ ഉള്ള ഇൻട്രസ്റ്റുകൾക്കോ അല്ലെങ്കിൽ ഈ പാഷനോ ആപ്റ്റിറ്റ്യൂഡിനോ അപ്പുറം എന്തെങ്കിലുമൊക്കെ സ്കില്ലും കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സ്കില്ലും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ എത്താൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ പോകുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവൻ കറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ എത്താൻ പറ്റും. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ അവനിൽ ആത്മവിശ്വാസം കൂടിയിട്ട് അല്ലെ, സമ്മർദ്ദമൊക്കെ കുറഞ്ഞിട്ട് ജോലി എന്നുള്ളത് ഒരു ഭാരം എന്നുള്ളതിനപ്പുറം പലപ്പോഴും അത് നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ എന്ത് കാര്യമാണോ എൻജോയ് ചെയ്ത് ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ കുറച്ചും കൂടെ സക്സസ് ആവുന്നത്. ഇപ്പം എൻ്റെ അടുത്തൊക്കെ ചില കുട്ടികൾ വരുമ്പോൾ, ഇപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനായിട്ട് വരുന്ന കുട്ടികളുണ്ട്. ചിലപ്പോൾ അവരുടെ ഡേറ്റയൊക്കെ തരുമ്പോൾ അവർ നോക്കുമ്പോൾ ചിലപ്പോൾ അവൻ ഡിഗ്രിയൊക്കെ എന്താ പറയാ ഡ്രോപ്പ് ഔട്ട് ആയിരിക്കും, എല്ലാ സബ്ജക്റ്റും ഒന്നും കിട്ടി കാണൂല. ഇപ്പൊ 10th +2 ഒക്കെ മാർക്ക് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയായിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കും, എന്ത് പറ്റിയടാ, ഇത് ഉഴപ്പിയതാണോ, നീ ഉഴപ്പിയല്ലോ എന്നൊക്കെ പറയുമ്പോൾ പറയും, പണി കിട്ടിയതാ ടീച്ചറെ, എന്തുവാന്ന് അറിയാതെ പോയി എടുത്തതാ, അപ്പൊ എന്റെ കൂടെ ഉള്ളവൻ പറഞ്ഞ് അതെടുക്കാൻ അങ്ങനെ അങ്ങ് എടുത്ത്. ഇല്ലെങ്കിൽ ചിലര് പറയും അച്ഛൻ പറഞ്ഞ് അതെടുത്താൽ മതിയെന്ന്. ഒരുപക്ഷെ അദ്ദേഹം ഗൾഫിലോ അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പൊ ചിലപ്പോൾ നമ്മൾ അവിടെയുള്ള നമ്മുടെ മാനേജറെയോ അല്ലെങ്കിൽ നമ്മൾ ആരെയെങ്കിലും ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടാത്തൊരു സംഭവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിക്കും. അപ്പൊ നമ്മൾ പിന്നെ ആഗ്രഹിക്കുന്ന മൊത്തം നമ്മുടെ ആഗ്രഹമാണിത്, അവൻ അതാകണം എന്നുള്ളത്. പക്ഷെ കുട്ടിക്ക് ചിലപ്പോൾ ആ ഇൻട്രസ്റ്റ് ആകണം എന്നില്ല. അപ്പൊ ചിലപ്പോൾ കുട്ടികൾ പറയോ, അച്ഛൻ പറഞ്ഞത് എടുത്താൽ മതിയെന്ന്, എങ്കിലേ പൈസ തരത്തുള്ളൂ പറഞ്ഞു, അങ്ങനെ പോയതാ ടീച്ചറെ, ശരിയായില്ല. പക്ഷെ ചില പേരൻസ് പറയുന്നത് അങ്ങനെയല്ല. ചില പേരൻസ് പറയാറുണ്ട്, അവന്റെ ഇഷ്ടത്തിനടുത്ത് അവനല്ലേ തീരുമാനിച്ചത്, അപ്പൊ എടുക്കേണ്ടത് അവന്റെ ഉത്തരവാദിത്വമല്ലായിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 10 16 വയസ്സിൽ ഒരു കുഞ്ഞ് ഒരു കാര്യത്തെക്കുറിച്ച് ഒരു കുട്ടി പറയുമ്പോൾ എല്ലാ കുട്ടികളും എല്ലാം അറിഞ്ഞിട്ട് പറയണം എന്നില്ല. ചിലപ്പോൾ 100 കുട്ടികളിൽ 2 3 കുട്ടികൾ സീരിയസ് ആയിട്ട് ചെയ്യുന്നവരുണ്ടാവും, അതിനെക്കുറിച്ച് ഡെപ്തിൽ മനസ്സിലാക്കുന്നവരുണ്ടാകും. പക്ഷെ എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനല്ല. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും റീല് കണ്ടിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ ഇത് ഫാസ്റ്റ് ആയിട്ട് കിട്ടുമെന്ന് കണ്ടിട്ടോ, അല്ലെ അവരുടെ സർക്കിളിലുള്ള കൂട്ടുകാർ, അവർക്ക് അത്രയ്ക്ക് ഇത്ര അറിവേ ഉണ്ടാവുള്ളൂ, അവര് പറയുന്ന കേട്ടിട്ടോ ഒക്കെ ആയിരിക്കും ഏതെങ്കിലും ഒരു ഫീൽഡിനെ കുറിച്ച് നമ്മുടെ കുട്ടി പറയുന്നത്. അപ്പൊ അവർക്ക് 10 16 വയസ്സിൽ കറക്റ്റായ ഒരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് കുറച്ചും കൂടെ വ്യക്തത കൊടുക്കാൻ പറ്റണം, ഇല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റണം. നമ്മളിലേക്ക് അവർ വന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് കേട്ടിട്ട്, അല്ലെങ്കിൽ നമ്മൾ അറിയാവുന്നവരോടൊന്ന് ചോദിക്കുകയോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയോ ഒക്കെ ചെയ്ത് ആ കുട്ടീനെ കറക്റ്റ് വഴിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റും. നമുക്കറിയാം പലരും പല ഇൻട്രസ്റ്റുകളാണ് നമുക്ക്, അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇന്റലിജൻസാണ് നമുക്ക് വരുന്നത്. അതായത് നമുക്കറിയാലോ, തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് ഹാവാർഡ് ഗാർണറിന്റെ ഒരു തിയറി തന്നെയുണ്ട്. അതിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 തരം ഇന്റലിജൻസുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ തന്നെ വീട്ടിൽ പറയത്തില്ല, അവൻ അത് ചെയ്യാൻ അറിയാലോ, ഇവൻ ഇത് പറഞ്ഞാല് പഠിക്കുന്ന ഇത് പറയുമ്പോഴേ ഉള്ളൂ അവന്. ഇപ്പൊ പാട്ട് കേൾക്കാനാണെങ്കിൽ അവന് കുഴപ്പമില്ല, കളിക്കാൻ പോകാനാണെങ്കിൽ അവന് കുഴപ്പമില്ല. അപ്പൊ പലതും നമ്മൾ പറയാറുണ്ട്. അപ്പം ഈ ഇന്റലിജൻസിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് 8 തരം ഇന്റലിജൻസുകളാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇതിൽ ഒരു ഇന്റലിജൻസും ഒന്നിന് മുകളിലോ ഒന്നിന് താഴെയോ അല്ല.
പക്ഷെ ഇതെന്താണെന്നും നമ്മളുടെ കുഞ്ഞ് ഏതാണ് ഇതിൽ കാണിക്കുന്നതെന്നും ഒക്കെ നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതിൽ ആദ്യം പറയുന്നത് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസിനെ കുറിച്ചിട്ടാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഭാഷാ പ്രാവീണ്യം കൂടുതലായിരിക്കും. ഇപ്പം എഴുത്ത്, വായന, അതായത് ഭാഷയെ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർ ഇപ്പൊ റൈറ്റർ, ടീച്ചർ, ജേർണലിസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള മേഖലയിൽ അവർക്ക് ഓക്കെ ആയിരിക്കും. പിന്നീട് രണ്ടാമത് വരുമ്പോഴത്തേക്കും ചിലർക്ക് ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആയിരിക്കും. അവരെ സംബന്ധിച്ച് ലോജിക്കലി തിങ്ക് ചെയ്യാന്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യാന്, അതിനെ സോൾവ് ചെയ്യാന്, ഇങ്ങനെയൊക്കെയുള്ള കപ്പാസിറ്റീസ് അവർക്ക് കൂടുതലായിരിക്കും. ചിലപ്പോൾ ആ കുട്ടികൾക്ക് ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങൾ കാണൂല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരാളാണെങ്കിൽ അവനെ ആ ഡയറക്ഷനിലേക്ക് നമുക്ക് വിടാനായിട്ട് പറ്റും. പിന്നീട് സ്പാഷ്യൽ ഇന്റലിജൻസ് ഉള്ളവരുണ്ട്. അതായത് പിക്ചറിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ്, അല്ലെങ്കിൽ പിക്ചർ, ഇപ്പൊ ആർക്കിടെക്ട് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അങ്ങനെയുള്ള ഇന്റലിജൻസ് കൂടുതലായിരിക്കും. പിന്നീടുള്ളതാണ് ബോഡിലി കിനസ്തെറ്റിക് എന്ന് പറയാം. അതായത് നമ്മുടെ അത്ലറ്റുകൾ, അല്ലെങ്കിൽ ഡാൻസുകാര്, ആർട്ടിസ്റ്റുകൾ. അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന അവരുടെ ബോഡി കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഇന്റലിജൻസ് ഉണ്ട്. പിന്നെ മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉള്ളവരുണ്ട്. അവർക്ക് സംഗീതപരമായിട്ടുള്ള വാസന കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരുടെ ആ വാസനയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ആ മേഖലയിൽ അവർ കുറച്ചും കൂടി ചെയ്യാൻ പറ്റും. അപ്പം ഈ മ്യൂസിക്കൽ ഇന്റലിജൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ കുറെ കുട്ടികൾ, പല സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ വരുന്ന ഇതാ. അപ്പൊ നമ്മുടെ സെക്ഷനിൽ വന്നപ്പം ഈ കരിയർ കൗൺസിലിംഗ് എന്നൊക്കെ ഉള്ളവർ വെച്ചതുകൊണ്ട് ഈ കുട്ടി വന്നിട്ട് പറഞ്ഞു അത് +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൾക്ക് നന്നായിട്ട് പാട്ട് പാടും. അപ്പൊ ആ കുട്ടിയും അതിന്റെ ഫ്രണ്ടും കൂടിയാണ് വന്നത്. പാട്ട് പാടുമെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു പാട്ട് പാടുമോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പോളെ ആശാട്ടി നന്നായിട്ട് പാട്ടൊക്കെ പാടി. എന്നിട്ട് അവൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലൊന്ന് വിളിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ടത് എന്നെ വിടാൻ പറയുമോ, BSc നഴ്സിങ്ങിന് പോകണം എന്നുള്ളതാണ് വീട്ടില് അച്ഛൻ പറയുന്നത്. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അച്ഛൻ പറയുന്നത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ടീച്ചർ വീട്ടിലൊന്ന് പറയുമോ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം ഒരു പക്ഷേ അവൾക്ക് ഒട്ടും ഈ ബയോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്ട് അവൾക്ക് ഇൻട്രസ്റ്റേ അല്ല. ബയോളജി എന്നുള്ള സബ്ജക്ട് ഇൻട്രസ്റ്റ് അല്ല എന്നുള്ളതിനപ്പുറം അവൾക്ക് പെട്ടെന്നൊരു സിറ്റുവേഷൻ, ഇപ്പൊ ബ്ലഡ് കണ്ടാലോ ഒന്നും പെട്ടെന്ന് ഒരു ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയല്ല. അപ്പൊ നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ ചെയ്യേണ്ട മേഖല അതല്ലേ. അപ്പൊ അവിടെ അത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് കാര്യമുണ്ടോ? അപ്പൊ മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉള്ളവരുണ്ട്. പിന്നീട് ഇന്റർപേഴ്സണൽ സ്കിൽസ് ഇന്റലിജൻസ് ഉള്ളവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആളുകളെ ഡീൽ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. മറ്റൊരാളിനെ മനസ്സിലാക്കാന്, അവരോട് ആശയവിനിമയം നടത്താന്, ഇതിനൊക്കെയുള്ള കപ്പാസിറ്റീസ് ഇങ്ങനെയുള്ളവർക്ക് കൂടുതലാണ്. ഇപ്പൊ നമ്മൾ എന്താ ലീഡേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സ്, ഇവർക്കൊക്കെ ഇത് പറ്റും. ചിലരെ സംബന്ധിച്ചോളം അങ്ങനെ കാണൂല, അവർ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ആയിരിക്കും അവർക്ക് കൂടുതൽ. മറ്റു ചിലരെ പറയുമ്പോൾ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ആയിരിക്കും, അവർക്ക് പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ഇങ്ങനെ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 8 ഇന്റലിജൻസുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ ഇന്റലിജൻസുമായിട്ടൊക്കെ മാച്ച് ചെയ്ത് ചിലപ്പോൾ ചെയ്തു പോകുമായിരിക്കും, പക്ഷെ എങ്കിലും അവനതിൽ സന്തോഷത്തോടെ ചെയ്യാനോ അവിടെ വിജയിക്കാനോ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പൊ ഈ ഇന്റലിജൻസുകളെ കുറിച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റണം. അതേപോലെ തന്നെ ഒരു പേഴ്സണാലിറ്റീസ് ഉണ്ട് മനുഷ്യനെ സംബന്ധിച്ചോളം പലതരത്തില്. അപ്പൊ അതിനകത്ത് റിയലിസ്റ്റിക് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്, ഇൻവെസ്റ്റിഗേറ്റീവ് പേഴ്സണാലിറ്റി ഉണ്ട്, അല്ലെ ആർട്ടിസ്റ്റിക് പേഴ്സണാലിറ്റി, എന്റർപ്രൈസിങ്. ഇങ്ങനെ ഈ പേഴ്സണാലിറ്റിയും ഇന്റലിജൻസും ഒക്കെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് നമ്മളിലേക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ആ മേഖലയിൽ പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ്. എനിക്ക് എന്താണ് പറ്റുക, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുക, എൻ്റെ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന കാര്യങ്ങളാണോ എന്നൊക്കെയുള്ള രീതിയിലേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ചില കേസിൽ വരുന്ന കിട്ടുന്നുണ്ടല്ലോ അല്ലേ, ചില കേസിൽ വരുമ്പം നമ്മളിപ്പോ ഈ കരിയർ കൗൺസിലിങ്ങിനെ കുറിച്ചോ അല്ലെ കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കോ എന്ന് പറയുമ്പോൾ ചില പേരൻസ് ഒക്കെ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വീക്ക് ആയിട്ടുള്ള കുട്ടികൾക്കാണ് ഈ കൗൺസിലിങ്ങിന്റെ ആവശ്യം വരുന്നത്, അല്ലെങ്കിൽ എൻ്റെ കുട്ടി അത്യാവശ്യം എല്ലാം പഠിക്കുന്ന ആളാണല്ലോ, അപ്പൊ അവർക്ക് എന്തിനാ ഈ കൗൺസിലിങ്, അല്ലെങ്കിൽ അവനെ ഇനി കരിയർ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന്. അവിടെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ വീക്കായ കുട്ടികൾക്ക് എന്നുള്ളതല്ല. ഇപ്പം എനിക്ക് കുറച്ചും കൂടി പഠിക്കുന്ന കുട്ടികളുടെ മുന്നിലാണ് ഓപ്ഷൻസ് കൂടുതൽ. അപ്പൊ ഇവനിലേക്ക് പല ഓപ്ഷൻസ് വരുമ്പോൾ ഇവൻ കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ ആ കൺഫ്യൂഷനിൽ ഓപ്ഷൻ ഏതെടുക്കണം എന്നറിയാണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവന് തീർച്ചയായിട്ടും കരിയർ കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരും. ഇനി മൾട്ടിപ്പിൾ ടാലൻസ് ഉള്ള കുട്ടികളുണ്ട്.
ആ കുട്ടികളും കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പം ഒരു മീഡിയം ലെവലിൽ പോകുന്നവരെക്കാട്ടി കൺഫ്യൂസ്ഡ് ആയിരിക്കും അവർ. അങ്ങനെയുള്ള കുട്ടികൾക്കും കരിയർ കൗൺസിലിംഗ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ കരിയർ ചേഞ്ച് ആഗ്രഹിക്കുന്ന വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ട്. അവർക്കും കരിയർ കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരും. കാര്യം ഈ സാധനം കിട്ടുവാണെങ്കിൽ മാർക്സ് എന്നുള്ളതിനപ്പുറത്തേക്ക് ആ മീനിങ്ങിലേക്ക്, അതായത് അർത്ഥവത്തായ ഒരു ജീവിതത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ആ മാർക്കിൽ നിന്നും നമ്മുടെ കുട്ടീനെ അവന്റെ ജീവിതത്തിലെ അർത്ഥവത്താക്കാൻ വേണ്ടി എങ്ങനെയാണോ ചെയ്യാൻ പറ്റുക അതിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ പേരൻസിന് അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ഒക്കെ ഒത്തിരിയും കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. കാര്യം നമ്മുടെ മുന്നിൽ എത്തുന്ന ഒരു കുട്ടീനെ നമ്മൾ ഒരു മുൻവിധിയും ഇല്ലാതെ, അതായത് ഒരു ജഡ്ജ്മെന്റും ഇല്ലാണ്ട് ഒരു കുട്ടീനെ കേൾക്കാൻ നമുക്ക് പറ്റണം. അപ്പൊ നമ്മുടെ മനസ്സിൽ കുറെ കാര്യങ്ങൾ ഇരിക്കുക, നമ്മൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. നമ്മുടെ മോൻ, നമുക്ക് അന്നത് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മുടെ മോൻ അതായാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ മോൾ അതായാൽ മതി എന്നുള്ള ഒരു മുൻവിധിയോടാണ് കേൾക്കുന്നതെങ്കിൽ അവർ എന്ത് പറയുമ്പോഴും നമുക്കിതിനെ എതിർക്കാനുള്ള ഒരു ടെൻഡൻസിയാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ പറയുന്നത്? ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, ഇപ്പം 10th വരെ നമ്മൾ ഒരു കുട്ടി പഠിച്ചു വരുമ്പോൾ 10th +2 വരെ എല്ലാവരും അവന്റെ റിസൾട്ടിൽ ഭയങ്കര കോൺഷ്യസാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പൊ ചിലപ്പോൾ നമ്മൾ പറയും, നമ്മുടെ തെക്കേല പയ്യൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വെറുതെ നിൽക്കുക, ഒന്നുമില്ല. പക്ഷെ ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കുട്ടി ഇത് പാസ്സായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇവനെ സംബന്ധിച്ച് ബാക്ക് പേപ്പേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പം എഞ്ചിനീയറിംഗ് പാസ്സായോ എന്നുള്ള, നമ്മൾ പറഞ്ഞ എഞ്ചിനീയറിംഗ് കഴിയുന്നവരെല്ലാം വെറുതെ നിൽക്കുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയല്ല. നമ്മളൊരു സംഭവം ചെയ്യുമ്പം അതുമായിട്ട് മാച്ച് ചെയ്യുന്ന സ്കിൽസും കൂടെ അവന് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ ഏത് മേഖലയിലാണെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റും. ഞാനത് പറയാൻ കാര്യം, നമ്മളുടെ ഒരു IT ഫേമാണ്. അപ്പൊ അവിടത്തേക്ക് നമ്മുടെ കുട്ടികളെ നമ്മുടെ എഡ്യൂക്കേഷനാണ്. അപ്പൊ ഫാക്കൽറ്റി പൊസിഷനിലേക്ക് നമ്മൾ എടുക്കാറുണ്ട്. അപ്പം നമ്മൾ ആദ്യം അവരുടെ CV ഒക്കെ നോക്കുമ്പോൾ ഇതിനകത്ത് അവർ കുറേ കാര്യങ്ങൾ എഴുതിയേക്കും. ഇന്ന ഇന്ന ലാംഗ്വേജിലാണ് ഞാൻ പ്രോജക്റ്റ് ചെയ്തത്, മിനി പ്രോജക്റ്റ് ചെയ്തത് ഇന്ന ലാംഗ്വേജിലാണ് എന്നൊക്കെ കാണും. അപ്പൊ ഈ CV കാണുന്നത് നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. കാര്യം നമുക്ക് കിട്ടിയത് കറക്റ്റ് ആയിട്ടുള്ള ഒരാളിനെ ആണല്ലോ. അപ്പൊ ഇവരെ നമ്മൾ ഇന്റർവ്യൂവിന് വിളിക്കും. അപ്പൊ ഇവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇവന്റെ മാർക്ക് പെർസെൻറ്റേജ് ഒക്കെ ഓക്കെ ആയിരിക്കും. അപ്പൊ സംസാരിക്കുമ്പോൾ നമ്മൾ ചോദിക്കാം, ഇപ്പൊ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ ആ കുട്ടി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യത്തെ സെമ്മിൽ കുറച്ച് ഉണ്ടായിരുന്നു, അത് പിന്നെ നോക്കിയില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോ പറയാം, നിങ്ങൾക്ക് ഈ പൈത്തൺ ഈ പ്രോഗ്രാം ലാംഗ്വേജ് അറിയാമല്ലോ എന്ന് പറഞ്ഞ് അവർ പറയും, അത് മിനി പ്രോജക്റ്റ് അങ്ങനെ ആയിരുന്നു ചെയ്തത്, അത് പക്ഷെ നമ്മൾ ഒരു പുറത്ത് കൊടുത്ത് ചെയ്യിക്കുമായിരുന്നു, വൈവയ്ക്ക് വേണ്ടി മാത്രമേ പഠിച്ചുള്ളൂ. അപ്പൊ ഇവിടെ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് അറിയില്ല എന്തിനാണ് ഞാൻ ഈ മിനി പ്രോജക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് പ്രോജക്റ്റ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഇനി പോകേണ്ട തൊഴിൽ മേഖലയിൽ എനിക്കിതെല്ലാം ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ തൽക്കാലം ജയിക്കാൻ വേണ്ടി മാത്രമാണ് നോക്കുന്നത്. അപ്പൊ ഇതും കൂടി നമ്മുടെ ആ എഡ്യൂക്കേഷനോടൊപ്പം കൊണ്ടുവരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവൻ അവന്റെ മേഖലയിൽ തന്നെ പ്ലേസ്ഡ് ആവാനായിട്ട് പറ്റും. ഇത് എപ്പോഴാ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർട്ടിഫിക്കറ്റും ഒക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി പുറത്തു വന്നിട്ട് ഒരു ജോലി അന്വേഷിക്കുന്ന സമയത്താണ് നമുക്ക് ആവശ്യമുള്ള പല സ്കില്ലുകളും ഇല്ല എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ആ സ്കില്ല് ഇല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് തൊഴിൽ മേഖലയിൽ ചെയ്യാൻ പറ്റൂല, അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവനൊരു സെൽഫ് അവയർനെസ്സും വേണം, അവനൊരു വർക്കിംഗ് അവയർനെസ്സും വേണം. അതായത് ഞാൻ എന്താണ്, എന്റെ സ്കിൽ എന്താണ്, ഇനി എനിക്ക് എന്തൊക്കെ കൂടെ ആഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ സ്വയം ബോധം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ തൊഴിൽ ബോധം അങ്ങനെയല്ല. ഞാൻ ഈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖല എന്തൊക്കെയാ, അവിടെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇനി ആ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ സ്കില്ലും കൂടെ അച്ചീവ് ചെയ്യണം എന്നൊക്കെ ഒരു കുട്ടി മനസ്സിലാക്കി അവന്റെ എഡ്യൂക്കേഷൻ കാലയളവിൽ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉദ്ദേശിക്കുന്ന അതേ മേഖലയിൽ തന്നെ ജോലി കിട്ടും. നമ്മളിപ്പം പല കുട്ടികളോടും പറയും, നിങ്ങളിപ്പോ ഒരു 6th സെമ്മൊക്കെ ആകുമ്പോഴത്തേക്ക്, ഇപ്പൊ എഞ്ചിനീയറിംഗിനാണെങ്കിൽ ഒരു 6th സെമ്മൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ ലാംഗ്വേജ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. 7th സെം ആകുമ്പോഴാണ് നമ്മുടെ കോളേജിൽ പ്ലേസ്മെന്റിനൊക്കെ വരുന്നത്. അപ്പൊ നമ്മളിൽ ഈ കപ്പാസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേസ്ഡ് ആവും. നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളൊരു ജോബ് അന്വേഷിച്ച് നടക്കണം. ഇത് നമ്മളെ അന്വേഷിച്ച് നമ്മളിലേക്ക് വരുന്ന ഒരു കമ്പനിയിലേക്ക് നമുക്ക് കയറാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം എന്നുള്ളതാണ്. അപ്പൊ അതെല്ലാം കുട്ടിക്കോ അല്ലെ കറക്റ്റ് ആ പേരന്റിനോ അറിയണം എന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഒരു കരിയർ കൗൺസിലിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുക നമ്മുടെ
തൊഴിൽ മേഖലയും. അപ്പൊ അതിലെല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണമെന്നില്ല. അപ്പം തീരുമാനം എടുക്കുമ്പം നമ്മുടെ കുഞ്ഞുങ്ങളും പേരൻസും ഒക്കെ കൺഫ്യൂസ്ഡാ. അപ്പൊ ആ സമയത്ത് നമ്മുടെ മൂല്യങ്ങളും നമ്മുടെ സ്കിൽസും ഒക്കെ അറിഞ്ഞ് മനസ്സിലാക്കി ഒരു തൊഴിൽ മേഖല സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ പ്രാപ്തരാക്കും ഒരു കരിയർ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പം നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആലോചിക്കുന്നത് ഞാനിനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പം ഞാനിനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യത്തിനപ്പുറം ഇതാണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊരു ബോധ്യത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയും പേരൻസിനെയും ഒക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് കരിയർ കൗൺസിലിങ്ങിനൊക്കെ പറ്റും. അപ്പം നമുക്ക് അറിഞ്ഞുകൂടാത്ത മേഖലകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമയമാണെങ്കിൽ നമ്മൾ അവരുടെ ഇൻട്രസ്റ്റുകൾ ഒന്ന് മനസ്സിലാക്കുക. ആ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട മേഖലയിലേക്ക് അവരെ വിടാനായിട്ട് നോക്കുക. ഇങ്ങനെയുള്ള സപ്പോർട്ടോട് കൂടിയൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ടാലൻസിനെയും അവൻ്റെ സ്കിൽസിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെ അവരുദ്ദേശിക്കുന്ന ഒരു മേഖലയിലേക്ക് എത്തി അവരുടെ ലൈഫിനെ മീനിങ് ഫുൾ ആക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയും. അപ്പം അത് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് നമ്മളെ പേരൻസിനാണ്. അപ്പം അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിയെന്ന് കരുതുന്നു. അപ്പം ഞാനിത് എൻഡ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അപ്പൊ ഈ ഒരു ടോപ്പിക്ക് ഞാൻ ആദ്യം വിചാരിച്ചു കരിയറുമായി ബന്ധപ്പെട്ടാൽ ആയതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മൾ പേരൻസ് ആണല്ലോ അല്ലെ, ടീച്ചേഴ്സ് ഉണ്ട്, പേരൻസ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങളെങ്കിലും എല്ലാവർക്കും വർത്തായി എന്ന് കരുതുന്നു. ഇനി തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവങ്ങളോ ഒക്കെ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യാം. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഏതായാലും വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. കാരണം ശരിക്കും ഇത് ഒരു സെഷൻ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ ഒരു സെഷന് നല്ലൊരു പാരന്റിനാണ് കൊടുക്കേണ്ടത്. കാരണം നല്ല രീതിയിൽ നമ്മൾ ഒരു കൗൺസിലിംഗ് സെഷനിൽ ഇരിക്കുന്നത് പോലെ തന്നെ, കാരണം ഒരുപാട് അവയർനെസ്സുകൾ ഈ ഒരു അരമണിക്കൂർ കൊണ്ട് മാം പറഞ്ഞു. കാരണം സാധാരണ ഒരു കുട്ടിക്ക് ജനിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ പ്രത്യേക ഒരു കുട്ടിക്ക് ഒരു ടാലന്റ് സ്കില്ല് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു ഏജ് പോലും നമ്മുടെ പാരന്റ് അറിയില്ല. ഒരു 8 വയസ്സ് കഴിഞ്ഞാൽ കുട്ടീനെ ആ ഫിക്സ് ആവും, നീ ഇത് ഇന്ന പാറ്റേണിലേക്ക് പോകണം, അല്ല ഇന്നത് പഠിക്കണമെന്ന്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഒരു 0 to 3 ആ വയസ്സിൽ തന്നെ നമ്മുടെ കുട്ടികൾ ആ സ്കില്ല് അവിടെ വളരുകയാണ്. അത് ചിലപ്പോൾ സംസാരിക്കാനും അല്ലെങ്കിൽ മ്യൂസിക്കിനോടും ഒക്കെ പല താല്പര്യം ആ സമയത്ത് തന്നെ കൊടുക്കും. പിന്നെ ഒരു 5 വയസ്സാകുമ്പോൾ അതിൽ നിന്ന് കുട്ടി ഒരു ഏൺ ചെയ്യാം, എനിക്ക് ഇന്നതാണ് എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് പോകും. അത് ശരിക്കും പ്രാക്ടിക്കലായി ആ കുട്ടി കാണിക്കുന്നത് ശരിക്കുള്ള ഒരു ഏജ് 8 വയസ്സാണ്. പക്ഷെങ്കിൽ ഈ 8 വയസ്സ് നമ്മൾ മാം അല്ലെങ്കിൽ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പാരന്റ് പറയുന്നത് ആ കുട്ടീനെ ഒന്ന് മനസ്സിലാക്കാതെയോ ഈ ഓവർ ആയിട്ട് സ്ട്രെസ്സോ കൊടുക്കുമ്പോൾ കുട്ടിക്ക് ഈ പറഞ്ഞതുപോലെ പലതരത്തിലെ ആങ്സൈറ്റി, ഡിപ്രഷൻ, അതേ പറഞ്ഞാൽ കേൾക്കാതിരിക്കുക, പഠിക്കാതിരിക്കുക, പല പ്രയാസങ്ങളും ഉണ്ട്. ശരിക്കും നമ്മൾ ആ ഒരു കുട്ടി ജനിച്ച ആ ചെറു പ്രായത്തിൽ തന്നെ വളരെയധികം സപ്പോർട്ട് കൊടുത്ത് നമുക്ക് കിട്ടാത്തതൊക്കെ അവർക്ക് കൊടുക്കണം എന്നുള്ള വാശിയൊക്കെ ഒന്ന് ഒഴിവാക്കി നമ്മുടെ മനസ്സിൽ ആ ഫിക്സഡ് മൈൻഡ് ഒഴിവാക്കി ഒന്ന് ഗ്രോത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇതേപോലെ നമുക്കൊരു നല്ല മക്കളൊക്കെ ഉണ്ടാവും. അതേപോലെ നമുക്കൊരു നല്ലൊരു പാരന്റ് ആവാനും അവിടെ കഴിയും. ഏതായാലും നല്ലൊരു സെഷൻ ആയിരുന്നു, മനോഹരമായിട്ട് മാം എടുത്തു. ഏതായാലും വളരെ സന്തോഷം. കാരണം എനിക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഈ ഒരു ടോപ്പിക്ക്. കാരണം ഒരുപാട് കേസുകൾ എനിക്ക് കുട്ടികൾക്ക് വരുന്നതാണ്. അപ്പോൾ മാം പറഞ്ഞ ഒരുപാട് എക്സ്പീരിയൻസും എക്സാമ്പിളൊക്കെ വെച്ചാകുമ്പോൾ മറ്റുള്ള ആളുകൾ റിലേറ്റ് ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൽ പറഞ്ഞ ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ ഫാമിലി തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. എല്ലാവരും നമ്മുടെ കുട്ടികൾ നന്നാക്കുക, എന്നിട്ട് മറ്റുള്ള കുട്ടികളിലേക്ക് പോവുക. നമ്മളെ കുട്ടികളെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താതെ മറ്റുള്ള കുട്ടികളെ കുറവ് കണ്ടെത്തിയിട്ട് അത് അങ്ങനെയാണ്, എന്റെ മകൻ ഇങ്ങനെയല്ല എന്ന് പറയുന്നതിന് പകരം തന്റെ മകൻ എന്താണ് വേണ്ടത്, അവൻ എന്താണ് ആഗ്രഹം എന്ന് തിരിച്ചറിഞ്ഞ് നല്ലൊരു ലൈഫിലേക്ക് കൊണ്ടുപോവുക. ഒരു ഹാപ്പി ചൈൽഡ്, ഹാപ്പി പാരന്റ്. ഓക്കെ, താങ്ക് യു മാം. നല്ല സെഷൻ ആയിരുന്നു. അഗൈൻ താങ്ക് യു. ഓക്കെ. എപ്പോഴും നമുക്കങ്ങ് കമ്പാരിസൺ ആണ് സാറേ. നമ്മൾ ഒരിക്കലും നമ്മുടെ കുഞ്ഞ് എന്താണെന്നുള്ളതല്ല, നമ്മുടെ പ്രശ്നം മൊത്തം മറ്റൊരാൾ എന്താണെന്നുള്ളതാണ്. അപ്പൊ എൻ്റെ അടുത്ത് വന്ന ഒരു കുട്ടി വളരെ ഫ്രീ ആയിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ തന്ത വൈബ് സാറ് ടീച്ചറെ എന്നുള്ളതാ. അപ്പൊ അതിന് പോലെ അവർക്ക് വൈബുള്ള തള്ളയും തന്ത ആയിക്കൂടെ എന്നുള്ളതാ ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചതാ. പക്ഷെ ശരിയാ, നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അവരെ ഒന്ന് മനസ്സിലാക്കുകയും കമ്പാരിസൺ ഒഴിവാക്കുകയും ചെയ്താൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അതെ.
ഇപ്പൊ അതേപോലെ കുട്ടികളെ താരതമ്യം ചെയ്യാതിരിക്കുക, അതേപോലെ നമ്മുടെ ലൈഫിൽ അനുഭവപ്പെട്ട പല മേഖല കുട്ടികളെ പരിചയപ്പെടുത്തുക, സ്ട്രെസ് ലെവൽ കുറയ്ക്കുക. ഇതൊക്കെ ചെയ്താൽ തന്നെ നല്ല കുട്ടികൾ നല്ല രീതിയിൽ വളരും. ഏതായാലും ബാക്കിയുള്ളവർ ഇടപെടട്ടെ. മാമിന്റെ ഒരുപാട് ആളുകൾക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ചും ഈ ടോപ്പിക് സെലക്ഷൻ നല്ലതായിരുന്നു. അതായത് മാം ശരിക്കും ഈ ഫീൽഡിൽ അത് മനസ്സിലാവുന്നുണ്ട്, മാമിന്റെ പാഷൻ കേട്ടോ. ഗവൺമെന്റ് ജോലിയിൽ നിന്നൊക്കെ മാറി നിന്ന് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനോടുള്ള ആ ഒരു താല്പര്യം മനസ്സിലാവുന്നുണ്ട്. അതായത് അത് നമുക്ക് തന്നെയും, അതായത് വ്യക്തി എന്ന രീതിയിൽ നമുക്കും സൊസൈറ്റിക്കും ഭയങ്കര യൂസ്ഫുൾ ആയ ഒരു ടോപ്പിക്കുമാണ് അല്ലെ. അതായത് ഒരു കുട്ടി, ഇപ്പൊ മാം പറഞ്ഞ പോലെ എത്രയോ പേര് അത് വളരെ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നേ. അതായത് കുട്ടികളൊക്കെ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്ത് ഒന്നുകിൽ അവരുടെ ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ പേരൻസിന്റെ നിർബന്ധം കൊണ്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ അവർ അനുഭവിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകൾ അല്ല, കുറേ അതായത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറിന്റെ മോനുണ്ട് കേട്ടോ. അത് എഞ്ചിനീയറിംഗ് കോളേജിൽ അവന്റെ ഇഷ്ടം കൊണ്ടല്ല, പേരൻസ് പറഞ്ഞിട്ടൊക്കെ ചേർന്ന് കുറേ പൈസയൊക്കെ ആയി ലോണൊക്കെ എടുത്ത് പഠിച്ച് ലാസ്റ്റ് ഇയർ ആയപ്പോൾ അവൻ എഴുതൂല, നിർബന്ധം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ മാറി. പക്ഷെ കരിയർ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തതാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുപോലെ എന്നാലും പോലും മനസ്സിലാക്കാൻ പറ്റാത്ത കേസസും ഉണ്ട് കേട്ടോ. അതായത് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മുടെ സ്കൂളിലൊക്കെ വന്ന് ചെയ്തതാണ് അങ്ങനെ, കുട്ടികൾക്ക് കരിയർ കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് സെലക്ട് ചെയ്തൊക്കെ പോയതാ. അപ്പൊ അത് നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും ശരിക്കും സാർ പറഞ്ഞ വളരെ കറക്റ്റായ കാര്യമാണ്. ആദ്യം നമ്മൾ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളും നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളും ഒക്കെ ആവാം. അപ്പം ഇത് വളരെ നല്ലൊരു ടോപ്പിക്കാണ്. ഇതെല്ലാവരും നമ്മൾ ആസ് എ പേരന്റ്, ആസ് എ ടീച്ചർ ഒക്കെ നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയ ടോപ്പിക്കാണ്. മാമിന്റെ നമ്പരും കൂടി ഒന്ന് ഷെയർ ചെയ്തെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ വരുമ്പോൾ നമുക്ക് പേരൻസിനാണെങ്കിലും മാമിന്റെ നമ്പർ ഒന്ന് കൊടുക്കാമല്ലോ. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. പിന്നെ ആ എടുക്കുന്ന രീതിയും ഒത്തിരി, അതായത് ആ കോൺഫിഡൻസ് ഒക്കെ നന്നായിട്ട് ഇത് വരുന്നുണ്ട്. ഒത്തിരി പാഷനേറ്റ് ഒന്നും അല്ല, അതായത് പാഷനേറ്റ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഏതിനെയും ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യവും ഒക്കെയുള്ള മുഖമാണ്. നല്ല നല്ല കോൺഫിഡന്റ് ആയിട്ട് എടുത്തു കേട്ടോ. കരുനാഗപ്പള്ളിയിൽ എവിടെയാണ് വീട്? കരുനാഗപ്പള്ളിക്ക് ഒരു 1.5 കിലോമീറ്റർ വെസ്റ്റ് ആയിട്ടാണ്, മരുതൂർ കുളങ്ങര എന്ന് പറയും മാം. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു മാം. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഒത്തിരി സന്തോഷം തോന്നി. ആ വേ ഓഫ് പ്രസന്റേഷൻ ഒക്കെ ഒത്തിരി നല്ലതായിരുന്നു കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. ഹലോ മാം. ഹലോ. നല്ലൊരു സെക്ഷൻ ആയിരുന്നു. ആസ് എ ടീച്ചർ പേരന്റ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ക്ലാസ്. നമ്മൾ പഠിക്കുന്ന സമയത്തായാലും ഞാൻ പഠിച്ചപ്പം എനിക്ക് ഈ കോഴ്സുകളെ കുറിച്ചൊന്നും വലിയ ധാരണയില്ലല്ലോ, നമ്മൾക്ക് 10th കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പൊ ആ ടൈമിൽ ഞാനായാലും വീട്ടിൽ പറഞ്ഞു എനിക്ക് ഹ്യൂമാനിറ്റീസ് മതി, അതൊന്നും വായിച്ച് പഠിച്ചാൽ മതി. അപ്പം പേരൻസ് പറഞ്ഞു അല്ല നിനക്ക് മാത്സും ഫിസിക്സും കെമിസ്ട്രി ഒന്നും വലിയ കുഴപ്പമില്ല, സയൻസ് എടുത്താൽ മതി. അങ്ങനെ ഞാൻ ആ ഒരു റൂട്ടിലോട്ടാണ് പോയത്. പിന്നെ എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ മാം ഇത് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതൊക്കെ അതൊക്കെയാണ്. പക്ഷെ എനിക്ക് പോയിട്ടും വലിയ ബുദ്ധിമുട്ടൊന്നും കൊണ്ടുവരില്ല. ആ സബ്ജക്റ്റുകളൊക്കെ പഠിക്കാൻ പറ്റുന്നതുകൊണ്ട് ആ റൂട്ട് ഓക്കെ ആയി. ഇപ്പൊ ഞാൻ ടീച്ചറായി, പിന്നെ എനിക്ക് ഇതൊക്കെ ഒന്ന് പഠിക്കണമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ സൈക്കോളജിയിലേക്ക് വന്നത്. അപ്പം മാമിന്റെ ക്ലാസ് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും വീട്ടിലും മോക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. താങ്ക് യു. ഓക്കെ ഓക്കെ. അതെന്താണെന്നറിയാമോ മാം, ഈ +2 നമ്മൾ സയൻസ് എടുക്കാൻ പറയുന്നത്, അപ്പൊ നമുക്ക് ഈ 10 വരെ ആകുമ്പോൾ നമ്മളൊരു ക്ലാരിറ്റി എത്തിയിട്ടുണ്ടാകത്തില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പിന്നെ 2 വർഷം കൂടെ കിട്ടുമല്ലോ, സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഏതിലേക്കും പോകാം എന്നുള്ള ഒരു രീതി വെച്ചിട്ടാണ് അങ്ങ് സയൻസ് എടുക്കുക എന്നുള്ളതിലേക്ക് പോകുന്നത്. അവിടെ അങ്ങനെയാണ് ഈ സയൻസിലേക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ എത്തുന്നത്. അപ്പൊ സയൻസ് കഴിഞ്ഞ് എന്തെങ്കിലും പോകാമല്ലോ, അപ്പൊ അത് കഴിഞ്ഞ് ഡിസൈഡ് ചെയ്യാം എന്നുള്ള രീതിയിലേക്കായി +1 +2 കൂടുതൽ കുട്ടികളെ കൊണ്ടും പേരൻസ് സയൻസ് എടുപ്പിക്കുന്നത്. അതെ അതെ മാം, എല്ലാരും അങ്ങനെ തന്നെ. ഇപ്പൊ ഞാൻ മോളുടെ അടുത്ത് പറയുമ്പോ ഞാൻ പറയും ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ ഏതോ ഇഷ്ടമുള്ള എടുക്കാം. അതല്ലമ്മ ഞാൻ സയൻസ് എടുക്കാം, അത് കഴിഞ്ഞിട്ട് എല്ലാരും അതാണ് എടുക്കുന്നത്, എന്നിട്ട് പ്രിഫർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇപ്പം കുട്ടികളായാലും അങ്ങനെ തന്നെയാണ് തിങ്ക് ചെയ്യുന്നത്.
പിന്നെ സയൻസ് എന്ന് പറയുമ്പോൾ ഈ മാത്സ് ബാക്കിയുള്ള സബ്ജക്റ്റുമായിട്ട് ഒരു ബേസ് വരുമല്ലോ, അത് പഠിക്കുന്നവർക്ക് ബാക്കി ടേൺ ചെയ്ത് പോകാൻ വളരെ എളുപ്പമാണ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓക്കെയാ. കാര്യം സയൻസ് എടുക്കുമ്പോൾ ഇച്ചിരി കൂടെ ഡെപ്തിൽ പഠിക്കാനുണ്ട്. അപ്പൊ അവന് മാത്സ് ഒക്കെ ഓക്കെയാണ്. അതെ 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 മാം. ഞാൻ പഠിച്ചത് സയൻസ് ആണ്, മാത്സ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ MCA എടുത്തു. ഞാനിപ്പോ കൂടുതലും വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ +2-ലാണ്. ഞാൻ കൊമേഴ്സിലാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ എല്ലാ ഫീൽഡും ഇങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാ ഇപ്പൊ. ഓക്കെ. മ്യൂട്ടാണ് സാർ, ഓഡിയോ ഓഫാണ്. മ്യൂട്ടാണ് കേട്ടോ. മ്യൂട്ടാണ് സാർ, ഓഡിയോ. സാർ പുറത്താന്ന് തോന്നുന്നു. ഓക്കെ. ഇപ്പോ കേൾക്കാൻ പോകുന്നുണ്ടോ? കേൾക്കാം സാർ. ഹലോ ഹലോ. ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ നടക്കാൻ ഇറങ്ങിയതിന്റെ കൂട്ടത്തിൽ കൂടെ തന്നെ നമ്മുടെ പോക്കരിക്കട എത്താം. മാഡം പറഞ്ഞതിനകത്ത് വളരെ ചില കാര്യങ്ങൾ പ്രാക്ടിക്കലി ഞാൻ തന്നെ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ, അതായത് ഇപ്പോൾ +2 ഇപ്പോൾ ഡിഗ്രിക്ക് കയറിയത്, അതായത് മുമ്പ് 10ാം ക്ലാസ്സിൽ CBSE കഴിഞ്ഞ് ഇറങ്ങിയ ഒരു കുട്ടി, ആ കുട്ടി ഏകദേശം 87% ഉണ്ടായിരുന്നു. അയാളെന്ന് പറയുന്നത് എപ്പോൾ എന്ത് ചൂസ് ചെയ്യണമെന്ന് ഉള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് അന്ന് ഞാനെന്ന് പറയുന്നത് അന്ന് ഡിസ്കസ് ചെയ്തിട്ട് കുട്ടിയോട് കൊടുത്തതെന്ന് പറയുന്നത് നിങ്ങളുടെ സയൻസ് എടുക്കാനായിട്ട് ആണ് പ്രൊമോട്ട് ചെയ്തത്. പക്ഷേ അയാൾ പിന്നെ പലരോട്ടും, കാര്യം ഈ കുട്ടികളെല്ലാം പലരും ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പം മറ്റെന്തോ ഒരുതരം ഭയം ഉണ്ടാകുകയും അയാളെന്ന് പറയുന്നത് പോയി ഞങ്ങളുടെ ഫോർത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ്, അതായത് കൊമേഴ്സാണ് എടുക്കുകയും ചെയ്തത്. പിന്നീടുണ്ടായ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന ചെറിയ ചെറിയ മാത്തമാറ്റിക്സ് പോലും, അതായത് ഡിജിറ്റ്സിനോടുള്ള ഇദ്ദേഹത്തിൻ്റെ ഈ കുട്ടിയുടെ ബന്ധം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നത് കാരണം സബ്ജക്റ്റ് തന്നെ പുള്ളി മടുത്തു പോകുന്നൊരു സ്ഥിതിയിലേക്ക് വരികയുണ്ടായി. പിന്നെ സ്പെഷ്യലായിട്ടെന്ന് പറയുന്നത് അതിനായിട്ട് മാത്തമാറ്റിക്സിന് ഫുള്ളായിട്ടില്ല, അരിത്തമെറ്റിക്സിന് മാത്രമായിട്ട്. അപ്പോൾ ഈ അരിത്തമെറ്റിക്സോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സോ പഠിക്കുന്നതെന്ന് പറയുന്നത് കുട്ടിയുടെ IQ-വിന് പെട്ടെന്നൊരു വളർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു അഭിപ്രായത്തോട് എനിക്ക് നല്ല താല്പര്യമാണ്. ഞാൻ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞാൽ അതായത് +2-ന് പഠിച്ചു തുടങ്ങുമ്പോൾ സയൻസ് പഠിച്ചു തുടങ്ങിയിട്ട് പിന്നീടൊരു മാറ്റം ഉണ്ടാകുക എന്നുള്ളത് ഫ്യൂച്ചറിൽ PhD ടെസ്റ്റ് ചെയ്യുന്നവനാണെങ്കിലും മറ്റേതെങ്കിലും ടെസ്റ്റ് എഴുതുന്നവനാണെങ്കിലും അവരെല്ലാം നല്ല റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. എന്തായാലും ഈ ഒരു സെക്ഷനിലേക്ക് ഞാനിത് ഫുള്ള് കേട്ടു. മാഡം വളരെ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്തു. ഇത് നമുക്ക് കണ്ടിന്യൂഷൻ വേണം. ഒരു ഫോളോ അപ്പ് നടത്തുന്നത് നന്നായിരിക്കും. നമ്മൾ രാവിലെ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് ഇങ്ങ് പോയിരുന്നതിനേക്കാളേറെ എന്ത് ചെയ്യുന്നു, കാര്യം ദിവസങ്ങൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നാണ് സാധാരണ മോർണിംഗ് സെക്ഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് കൊടുക്കുകയും ആ ടാസ്കിനെ അന്നത്തെ ദിവസം മൊത്തം ഫോളോ ചെയ്യുകയും ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, വൈകുന്നേരം എന്തായി എന്നൊരു സെക്ഷൻ കൂടെ മാഡത്തിന് വരാമെന്നുണ്ടെങ്കിൽ, അതിന് ഒഫീഷ്യലായിട്ട് വേണമെന്നില്ല, മറ്റേതെങ്കിലും ഗ്രൂപ്പിൽ തന്നെ വരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും എന്ന് തോന്നുന്നു. ഞാനിത് പറയാൻ കാര്യം എന്ന് പറയുന്നത്, ഇതിനോട്ട് സെക്ഷൻ ഞാൻ മുമ്പ് എടുത്തിരുന്നു. അതെന്ന് പറയുന്നത് മൈക്രോവിൻസിനെ പറ്റിയായിരുന്നു. എന്നിട്ടെന്ന് പറയുന്നത് ഞാൻ എൻ്റെതായ കാര്യങ്ങൾ ഒരു ദിവസം ഇട്ടു. ആ ഒരു ദിവസം ഇട്ടപ്പോൾ ഇന്നലെ എനിക്ക് കിട്ടിയ റെസ്പോൺസ് എന്ന് പറയുന്നത് 35 പേരാണ് എന്നെ എന്ന് പറയുന്നത് ഫോണിലോ അല്ലെങ്കിൽ കൈ കാണിക്കുകയോ കാല് കാണിക്കുകയോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അവർ റെസ്പോൺസ് ഉണ്ടാക്കി. അപ്പോൾ ഹൗ സ്ട്രോങ് ദ ഗ്രൂപ്പ് ഈസ്, വെരി അമേസിങ്. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. ഞാൻ ചന്ദ്ര. തിങ് ഈസ്, ഞാൻ ഫുള്ളി കേട്ടില്ല. ഞാൻ അറൗണ്ട് വർക്ക് കഴിയാൻ ലേറ്റ് ആയതുകൊണ്ട് അറൗണ്ട് 6:45 ആണ് കയറിയത്.
ഉണ്ട്. എന്തായാലും ഞാൻ മാമിന്റെ സെഷൻ വളരെ ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേറ്റീവ് സെഷൻ ആണ്. ഞാൻ എൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ദെൻ ഡിഗ്രി പ്രൊഫഷണൽസിനും ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം, ഏതൊരു സ്റ്റുഡൻറ് നമ്മള് എന്താണ് പഠിച്ച് വരുന്നത് ഒരു ചിലപ്പോൾ അവർക്ക് ഫുള്ളി ഒരു ഐഡിയാസ് ഉണ്ടാവില്ല. ചെറുതായിട്ട് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ പറയുന്നത് പേരൻസും ടീച്ചേഴ്സാണ് ഒരു കുട്ടീനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്. ഒരു സ്കൂൾ ലെവലിൽ വരുമ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാ, ഈ കുട്ടികൾക്ക് എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, ഞാൻ സോഷ്യൽ സയൻസ് ആണ് എനിക്ക് ആ സ്കൂളിൽ, ബിക്കോസ് പ്രൈവറ്റ് സ്കൂളായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് ഏൽപ്പിച്ച സബ്ജക്ട്, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആയിരുന്നു മാത്സ്. പക്ഷെ എൻ്റെ ക്വാളിഫിക്കേഷൻ അതായിട്ട് മാച്ച് ചെയ്യുന്നില്ല. ഞാൻ MCOM LLB ഒക്കെ പഠിച്ചിട്ട് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് B.Ed ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ എൻ്റെ ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റും ക്വാളിഫിക്കേഷനും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താ എക്സ്പെക്ട് ചെയ്യുന്നതൊക്കെ ഒരുപാട് ഡിഫറൻസ് ആണ്. അപ്പൊ എനിക്ക് സോഷ്യൽ സയൻസ് ആണ് തന്നത്. പക്ഷെ ഞാൻ എൻ്റെ സോഷ്യൽ സയൻസ് സബ്ജക്ട് ഞാൻ നല്ല രീതിയിൽ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. പക്ഷെ ഞാൻ കണ്ടത് എന്താ പറഞ്ഞാൽ പേരൻസിന്റെ ഒരു ഫീലിംഗ്, സൊസൈറ്റിയുടെ ഒരു ഫീലിംഗ്, സയൻസ് പഠിക്കുന്ന കുട്ടിയാണ് ആൻഡ് അതേ രീതിയിൽ ഫ്രണ്ട്സിന്റെ ഇടയിലും പറയണത് സയൻസ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഒരു അപ്പർ ലെവല്, സോഷ്യൽ സയൻസ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിക്ക് ഒരു സ്റ്റാൻഡും ഇല്ല. ലാംഗ്വേജസിൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളാണെങ്കിൽ ഒരു ഇതില്ല. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് പ്രോബ്ലംസ്. ഇവിടെ ആ കുട്ടി എനിക്ക് ലാംഗ്വേജ് അറിയുന്നത് കൊണ്ട് എന്നെ ചെറുതാക്കാണ്. ആ കുട്ടി ചിലപ്പോൾ ഹിന്ദി, മലയാളം ഇതിലൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ്, നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടിയാണ്. പക്ഷെ ആർക്കാണ് ആ സ്കൂളിൽ ഇഷ്ടപ്പെടുന്നത്? ഓൺലി മലയാളം ടീച്ചർക്ക് മാത്രം ആ കുട്ടിയായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ലെവലിൽ തന്നെ നമ്മുടെ കുട്ടികളിനെ അടിച്ച് അമർത്താണ് പേരൻസ് ആസ് വെൽ ആസ് സ്കൂൾ ആസ് വെൽ ആസ് സൊസൈറ്റി. സോ ഓട്ടോമാറ്റിക്കലി ആ കുട്ടി ഗ്രോ ചെയ്യുന്നില്ല. ആരാണ് പറഞ്ഞത് സോഷ്യൽ സയൻസ് പഠിച്ചാൽ കുട്ടി നന്നാവില്ല എന്നുള്ളത്? ഞാൻ ഇപ്പൊ പറയും നിങ്ങൾക്ക്, ഞാൻ എൻ്റെ ഒരു ടീച്ചിങ്ങിന് വരുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി അവരുടെ അടുത്ത് പറയും, നിങ്ങൾ ആർക്കിയോളജിസ്റ്റ് ആവാം, ജോഗ്രഫി റിലേറ്റഡ് ആയിട്ട് കോഴ്സുകളുണ്ട്, പിന്നെ എന്തൊക്കെ IAS ഓഫീസർ ആവണം പറഞ്ഞാൽ UPSC എക്സാം എഴുതണം, PSC എക്സാം എഴുതണം പറഞ്ഞാൽ സോഷ്യൽ സയൻസിൽ നല്ല നോളജ് വേണം. ഇത് നമ്മളെ സൊസൈറ്റിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മൾ സയൻസ് സ്ട്രീം എന്ന് പറഞ്ഞിട്ട് അതൊരു സ്കിൽ ബേസ്ഡ് ആണെങ്കിലും പിന്നെ ഒരു ലെവൽ എത്തുമ്പോൾ നമ്മൾ എപ്പോഴും പേരൻസ് ആയാലും ശരി, നമ്മളായാലും ശരി, കുട്ടികളായാലും ശരി, ടീച്ചേഴ്സ് എല്ലാവർക്കും എന്താണ്, നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? ഒരു ജോലി കയറാൻ. പിന്നെ പല ഫാമിലീസിലും ഒരു ലെവൽ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് എത്തിക്കാനുള്ള ഒരു ഒബ്ജക്റ്റീവ് ആണ്. പക്ഷെ അത് വരുമ്പോ നമ്മൾ ഈ പറയണ മാതിരി നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്ട് എടുത്തു പറഞ്ഞാൽ അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ല പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടി പിന്നെയും ഡിസ്ഹാർട്ടഡ് ആവാണ്. അമ്മ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, അതുകൊണ്ട് ചെയ്തു, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ എൻ്റെ ഒരു സ്റ്റാറ്റസ്, ഇങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മാം, വാസ്റ്റ് ടോപ്പിക് ആണ്. പക്ഷെ ഇതിനെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. പക്ഷെ ഞാൻ എൻ്റെ ഇവിടെ കുറെ ടീച്ചേഴ്സും ഉണ്ട്, കുറെ പേരൻസ് ഉണ്ട്. എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, സ്കൂൾ ലെവലിൽ പഠിക്കുന്ന കുട്ടികളെ ഒരിക്കലും സോഷ്യൽ സയൻസിന് നല്ല മാർക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ലാംഗ്വേജസിലെ മാർക്ക് കിട്ടുന്നുണ്ട് പറഞ്ഞാൽ കുട്ടികളെ സപ്പോർട്ട് ചെയ്യൂ, എൻകറേജ് ചെയ്യൂ. ആൻഡ് അതിന് റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ ഞാൻ എൻ്റെ അവിടെ വരുന്ന കുറെ കുട്ടികൾ പറയണ മാതിരി ഒരു സ്റ്റേജ് വന്നപ്പോ കോമേഴ്സിനായിരുന്നു ഡിമാൻഡ് മാർക്കറ്റിൽ. ഇന്നും ഡിമാൻഡ് ഉണ്ട്, പക്ഷെ ആർക്കും അറിയില്ല. കോമേഴ്സ് പറഞ്ഞാൽ ലോവർ ലെവലിലാണ്, സയൻസ് എടുത്ത കുട്ടിയാണ് ബ്രില്യൻറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്ന് നമ്മുടെ സൊസൈറ്റി മാറിയിരിക്കണം എന്നുള്ളത്. ഈവൻ നൗ വി ആർ ഹൈലി ടെക്നോളജിക്കലിയോ എത്രയോ ഡെവലപ്പ് ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മളുടെ മൈൻഡ് സെറ്റ് സയൻസ് സ്ട്രീം എടുക്കുന്നവരാണ് ബ്രില്യൻറ്റ്, അവരിനാണ് സൊസൈറ്റിയിൽ റെസ്പെക്ട് കൊടുക്കുന്നത്. സോ അതിൽ നിന്ന് നമ്മൾ മാറ്റി വരണം. എഞ്ചിനീയറിംഗ് പഠിച്ചാൽ, മെഡിസിൻ പഠിച്ചാൽ മാത്രമേ ഒരു സൊസൈറ്റിയിലെ സ്റ്റാറ്റസ് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ മാറിയാലാണ് നമുക്ക് ശരിക്കും സൊസൈറ്റിയിലെ മാറ്റങ്ങളും കുട്ടികളുടെ നമ്മൾ സപ്പോർട്ടീവ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. സോ ഇതാണ് എനിക്ക് ഷെയർ ചെയ്യാൻ. ഒരുപാട് ടൈം എടുത്തു, extremely sorry for that, but thing is we need to
change. If we don't change, then rest of the things are utter waste എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു മാം. ഓക്കെ മാം, അത് തന്നെ മാം നമ്മൾ പറയുന്നത്. നമ്മുടെ സൊസൈറ്റി കരുതുന്നത് ഇപ്പൊ നമ്മൾ ഈ പിള്ളേരോട് സയൻസിന് പോകാൻ പറയുന്നത് എന്തിനാ? സയൻസിന് പോയാൽ എന്തിനും പോകാം എന്നുള്ള രീതിയിലാണ്. കൊമേഴ്സിൽ എന്തോരം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അല്ലെ ഹ്യൂമാനിറ്റീസിൽ ഇത് നമ്മുടെ പേരൻസിന് അറിയില്ല. നമ്മൾ കൺവെൻഷണൽ രീതിയിൽ തന്നെ പോവുക. ഇനി ഒരാൾ പറഞ്ഞു കൊടുത്താൽ ഇവർ നാലെടുത്ത് ഒപ്പീനിയൻ എടുക്കും. മാറാൻ നമ്മുടെ പേരൻസ് തയ്യാറല്ല. ഏറ്റവും കൂടുതൽ ഇപ്പൊ അഡ്മിഷൻസ് നടക്കുന്നത് കൊമേഴ്സ് ഫീൽഡിലാണ്. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് 2 മക്കളാ. അപ്പൊ വലിയ ആള് പറയുന്നുണ്ടായിരുന്നു അയാൾക്ക് ബയോളജി വേണ്ട 10th ശേഷം, അയാൾക്ക് ആ ഫീൽഡ് ഇൻട്രസ്റ്റ് ഇല്ല, വേണ്ട. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് വിട്ട് അയാൾ എഞ്ചിനീയറിംഗിൽ പോയി. അവന്റെ സമയത്തുള്ളവന് മാത്സും ഫിസിക്സും ഒക്കെയാണ്. അപ്പൊ ആ രീതിയിലേക്ക് അപ്പൊ ചെറിയ ആള് പറയുന്നുണ്ടായിരുന്നു അയാൾക്ക് സയൻസ് സ്ട്രീമേ വേണ്ട, അപ്പൊ അയാൾക്ക് ലോജിസ്റ്റിക്സ് പോലെയുള്ളതാ വേണ്ടത്, അപ്പൊ കൊമേഴ്സിലേക്ക് പോയി. അപ്പൊ എന്തെടുക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ നമ്മളെ അവരൊന്നും അതുകൊണ്ട് സയൻസ് എടുക്കുന്നത് കൊണ്ട്. ഇത് പണ്ടത്തെ കൺസെപ്റ്റാ. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സത്യം അന്ന് പിള്ളേരെ കളിയാക്കിയിട്ടുമുണ്ട്. ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിലായിരുന്നു. അപ്പൊ നമ്മൾ കൊമേഴ്സിലെ പിള്ളേർ നോക്കുമ്പോൾ അന്ന് 4th ഗ്രൂപ്പ് 3rd ഗ്രൂപ്പ് എന്നൊക്കെയാണല്ലോ. ഇവർക്ക് പ്രാക്ടിക്കൽസോ റെക്കോർഡ്സോ ഒന്നുമില്ല, ഇവരിങ്ങനെ നടക്കുന്നു. അപ്പൊ നമ്മൾ പറയുന്നു ഇവര്. പക്ഷെ ആ കൺസെപ്റ്റ് മാറി. ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത് കൊമേഴ്സിന് ഏത് മേഖലയിലും ഓപ്പർച്യൂണിറ്റിയാണ്. അതിനെ നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സയൻസ് എടുക്കുന്നവനാ മിടുക്കണമെന്നോ അങ്ങനെയല്ല. ഈ സയൻസ് എടുക്കുന്നതിന്റെ പേരൻസിന്റെ ഒരു റീസൺ, ഒരു എളുപ്പ വഴിയാ, എന്തായാലും 2 വർഷം പോകട്ടെ, അതിനുശേഷം എന്തും ചെയ്യും. നമ്മുടെ അടുത്ത് വരുന്ന പേരൻസ് പറയുന്നത് അങ്ങനെയാണ്. അതാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരെണ്ണം ഒന്നിനെക്കാട്ടി മെച്ചം എന്നുള്ളതല്ല. ഏതാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട് മാം. ഇപ്പൊ മാം പറഞ്ഞില്ലേ കമ്മ്യൂണിക്കേഷന്റെ കേസ്. ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളതിനെ പലരും ലാംഗ്വേജ് എബിലിറ്റി ആയിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ വേൾഡിൽ നമുക്ക് ലാംഗ്വേജ് വേണം. പക്ഷെ കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ ഒരാളോട് ചോദിച്ചാൽ അപ്പം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഉടനെ ഇംഗ്ലീഷ് അറിയാമോ എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത് ഒരിക്കലും ലാംഗ്വേജ് എബിലിറ്റി അല്ല. നമ്മളുടെ ഉള്ളിലുള്ള ആശയത്തെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് എത്ര വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ. പക്ഷെ അതിനോടൊപ്പം നമുക്ക് ലാംഗ്വേജ് എബിലിറ്റിയും കൂടി വരണം എന്നുള്ളത് ഇന്നത്തെ ഒരു സമയത്ത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ജസ്റ്റ് 2 മിനിറ്റ്. ദാറ്റ് ഈസ് മാം പറഞ്ഞ മാതിരി എൻ്റെ മക്കൾ 2 പേരും എഞ്ചിനീയറിംഗ് പഠിച്ച് IT ഫീൽഡിലാണ്. പക്ഷെ അവര് എപ്പോഴും എൻ്റെ അടുത്ത് പറയുമ്പോൾ എൻ്റെ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ചോദിക്കുന്നില്ല ഞാൻ എന്താ പഠിച്ചത്, പക്ഷെ ഞാൻ എങ്ങനെയാണ് അവിടെ എന്നെ പ്രസന്റ് ചെയ്തു, ആ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, എൻ്റെ ബിഹേവിയർ, ഞാൻ എങ്ങനെയാണ് ആ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് അവരിനെ വിഷ് ചെയ്തു, ഞാൻ എങ്ങനെയാണ് പൊളൈറ്റ് ആയിരുന്നു, ഞാൻ അവരുടെ അറിയാത്തത് എങ്ങനെയാണ് ഞാൻ പ്രസന്റ് ചെയ്തു. ഇത് വെച്ചിട്ടാണ് അവർക്ക് ആ ജോബ്. ക്വാളിഫിക്കേഷൻ ഒരു ഭാഗത്തുണ്ട്, പക്ഷെ സ്റ്റിൽ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഹൗ യു പ്രസന്റ് യുവർ സെൽഫ് ഇസ് വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് അവരെൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ എവിടെയാ ക്ലാസ് എടുക്കുന്നത് അവിടെയൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. നോളേജ്, അവർ നമ്മളെ നോളേജാണ് ടെസ്റ്റ് ചെയ്യുക. ഇന്റർവ്യൂ പാനലിലൊക്കെ അങ്ങനെയാണ്. സോ ഓൾ ദീസ് തിങ്സ് ആർ റിയലി വെരി വെരി ഇമ്പോർട്ടൻറ്റ് മാം. എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ശരിക്കും നമ്മുടെ സ്റ്റുഡൻസിലേക്ക് എത്തിക്കണം എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് കയറിയത്. ഞാൻ മാം സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ കേട്ടത് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻസ് ആണ്, ഡിസ്കഷൻസ് ആണ്. ഞാനൊരു ടീച്ചറാണ്. എനിക്കറിയാം എൻ്റെ ക്ലാസ്സിലെ അഡ്മിഷന് വേണ്ടി, അതായത് എൻ്റെ സ്കൂളിലെ അഡ്മിഷന്റെ സമയത്ത് വരുന്ന പല കുട്ടികൾക്കും ആ സമയത്ത് ഏത് കോഴ്സ് എടുക്കണം എന്നുള്ള ഡിസിഷൻ അവര് പലപ്പോഴും അമ്മയുടെ മുഖത്തോ അല്ലെങ്കിൽ അച്ഛന്റെ മുഖത്തോ നോക്കിയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. എന്നാൽ ആ കുട്ടിയെ പിന്നീട് 2 വർഷവും നമുക്ക് കാണേണ്ടി വരുന്നുണ്ട്. ആ കാണേണ്ടി വരുമ്പോൾ നമുക്ക് നന്നായിട്ട് ആ കുട്ടിയുടെ മുഖത്തെ എക്സ്പ്രഷൻസുകളും ആ ക്ലാസ്സിലിരിക്കുന്ന ആറ്റിറ്റ്യൂഡും എല്ലാം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ആ കുട്ടി ഒരിക്കലും, അതായത് അവൻ തേർഡ് വരെയാണ് ഞങ്ങൾക്കിപ്പം ട്രാൻസ്ഫർ ഒക്കെ ഉള്ളത്, കോഴ്സ് കോമ്പിനേഷനൊക്കെ മാറാനുള്ളത്. ആ സമയത്ത് വരെ ആ കുട്ടി മറ്റേത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പഠിച്ചേരെ, അല്ലെങ്കിൽ അവന്റെ മുഖത്ത് അല്ലെങ്കിൽ അവളുടെ മുഖത്ത് ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നുമില്ലാതാകുമ്പോൾ വീണ്ടും അവർ തിരിച്ച് നമ്മുടെയിലേക്ക് തന്നെ വരികയും പിന്നീട് എന്താണ് ആകാനെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കറക്റ്റ് ഒരു ആൻസറും ഇല്ലാതാകുന്നു. കാരണം അവർ ഈ 2 എണ്ണത്തിനിടയിൽ മിക്സ് ആയിട്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താകണം എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഒറ്റ ഒരു ആൻസർ, ഇത് കഴിയട്ടെ ടീച്ചർ എന്നുള്ളതാണ്. കാരണം അവരുടെ ആ ഒരു മൈൻഡിലുള്ള കാര്യമേ മാറി എന്നുള്ളതാണ്. പിന്നെ ഹ്യൂമാനിറ്റീസ്, ചന്ദ്രമാൻ പറഞ്ഞതുപോലെ അല്ല ഇപ്പോഴത്തെ സ്റ്റേജ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പൊ കൂടുതലും പേരും വരുന്നത് ഹ്യൂമാനിറ്റീസിന്റെ ഒരു ഓപ്ഷൻ ചോദിച്ചിട്ടുകൊണ്ട് തന്നെയാണ്.
കാരണം നമ്മൾ കൂടുതലും നെറ്റ് അവൈലബിലിറ്റിയും പ്ലാറ്റ്ഫോമുകൾ കൂടി, പബ്ലിക് പ്ലാറ്റ്ഫോമുകൾ കൂടിയതോടെ ഏത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഏറ്റവും ടാലൻറ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടെങ്കിൽ ഏതറ്റം വരെ എത്താൻ പറ്റും എന്നുള്ള ഒരു നോളജ് അവരിൽ കുറച്ചും കൂടി പേരൻസിനും കുറച്ചുകൂടെ കൺവിൻസ് ആയിട്ടുള്ള രീതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഏത് ഫീൽഡിലാണെങ്കിലും അവരവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് എവിടം വരെ എത്തി എന്നുള്ളത് കുറച്ചും കൂടെ നമുക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആയതുകൊണ്ട് അവരതിനെ കുറച്ചും കൂടെ നന്നായിട്ട് അപ്രോച്ച് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡും പേരൻസിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും കുറച്ചും കൂടി മാറി വരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വിജയിച്ച കുട്ടികൾ നമ്മുടെ മുമ്പിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ വരുമ്പോൾ അവർ ഏത് സ്ട്രീം പഠിച്ചതാണെങ്കിലും അവരതിൻ്റെ ടോപ്പിൽ എത്തുന്നു എന്നുള്ള അവരുടെ ആ കഥകളും സ്റ്റോറികളൊക്കെ നമുക്ക് കുറച്ചും കൂടെ അവൈലബിൾ ആവുന്നതോടെ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡും പേരൻസിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും കുറച്ചും കൂടെ മാറിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഏതിലാണെങ്കിലും സ്റ്റിക്ക് ഓൺ ചെയ്താലും കഴിവുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പല പല കോഴ്സുകളുണ്ട് എന്നുള്ളത് അവരിലും കുറച്ചൊക്കെ മാറിയിട്ടുള്ളത് ഇപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്. താങ്ക് യു മാം, നല്ല സെക്ഷൻ ആയിരുന്നു. എനിക്ക് കുറച്ച് കേൾക്കാൻ പറ്റിയുള്ളൂ, ലാസ്റ്റ് പാർട്ട് മാത്രവും പിന്നെ മറ്റുള്ള ഡിസ്കഷനും കൂടെ കേട്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ മാം. ഓക്കെ മാം, ഓക്കെ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ? ഇനി ആർക്കെങ്കിലും പറയാനില്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാലേ? ഓക്കെ മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you. Good day to all. താങ്ക് യു.